ഹായ്. എല്ലാവർക്കും വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇപ്പൊ നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നിപ്പോ നേരത്തെ പോലെ തന്നെയാണ്, വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചതല്ല. പിന്നെ എന്താ വെച്ചാല് നമ്മള് ഇന്നലെ കമ്മ്യൂണിറ്റി ഇട്ടിട്ട് ഒരുപാട് ആള് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, വാട്സപ്പിലും അല്ലാതെയൊക്കെ ചോദിച്ച് എന്താണ് അസുഖം എങ്ങനെയാണ് എല്ലാം ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വിശേഷമല്ലാതെ വന്നാൽ നമ്മളെ കാത്തിരിക്കൂലേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നേരം കുറേ ആയിട്ടുണ്ട് കേട്ടോ, 6 മണിയും കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം കിടപ്പിലായിരുന്നു. 2 ദിവസമല്ല, അന്ന് മൂന്നാമത്തെ ദിവസമായി കിടപ്പില്. എനിക്ക് ഈ അസുഖം കുറച്ച് സുഖമുണ്ട്. കുറച്ച് ഉച്ചയ്ക്ക് ശേഷം ചിലൊരു 4 മണിക്ക് ശേഷം കുറച്ചൊക്കെ ഞാനൊരു ഓക്കെ കേട്ടോ, കണ്ണൊക്കെ തുറക്കാൻ പറ്റും. മറ്റത് കണ്ണൊന്നും തുറക്കാതെ അങ്ങനെ ഒരു ഓർമ്മയില്ലാതെ കിടക്കുന്നു ഇന്നലെയും ഇന്നൊക്കെ. ഇത് വന്നാൽ 3 ദിവസം നല്ലത്. ഇത് ഒരുവിധ ആൾക്കൊക്കെ ഉണ്ട്, മൈഗ്രെയിൻ ആണ് സംഭവം. പക്ഷെ മൈഗ്രെയിൻ തന്നെ പലവിധം 102 തരമൊക്കെ ഉണ്ടാവല്ലോ ഈ മൈഗ്രെയിൻ. അതിൽ ഒരു തരമാണ് എനിക്ക് വന്നത്. അപ്പോൾ ഇത് ഒരുപാടൊക്കെ പരിചയം ഉണ്ടാവും ഇതിനെക്കുറിച്ച്. അപ്പോൾ എനിക്ക് ഇന്ന സമയത്ത് പറയുകയാണെങ്കിൽ എനിക്കിത് സഹിക്കാൻ വയ്യ. അതാണ് പ്രശ്നം. ഇത് മുണ്ടാനോ പല്ലടക്കം വേദന വരും. പല്ലിൻ്റെ മോണടക്കം ഇങ്ങനെ വേദന, കണ്ണ് നീക്കാൻ പറ്റില്ല. അതന്നെ തല പൊന്തിച്ച് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാ നീക്കിയൊക്കെ പായെന്നൊക്കെ. ഇപ്പൊ കുമ്പിടാനും പറ്റണില്ല, മറ്റൊന്നും പറ്റണില്ല. പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു വിശേഷമായിട്ട് വരണ്ടേന്ന് കരുതിയിട്ട് നമ്മള് ഒരാൾക്കാരെ നമ്മള് ചോദിക്കണം എന്താ വിശേഷം ഇല്ലാത്തന്നൊക്കെ. അപ്പൂസനും ചെറിയ ഇതിലായി, തുമ്മലും പ്രശ്നം. എല്ലാവർക്കും തുമ്മലായി, എനിക്കും തുമ്മലായി ഒക്കെ. ചെറിയ അസുഖമായി അല്ലേ 2 ദിവസം എല്ലാവർക്കും. പിന്നെ അമ്മയ്ക്ക് ഇന്ന് കുറച്ച് നേരം പണി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പണിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നമുക്ക് കമന്റ് ഇടും. അമ്മേനോടൊന്നും ഞാൻ പോണ്ടാറില്ല, മന്നലേം പറഞ്ഞു പോണ്ടാന്ന്. അപ്പോൾ നമ്മള് എന്താ പറയാ, നമ്മളുള്ളതുകൊണ്ട് നമ്മൾ കഴിഞ്ഞു പോണ കുടുംബമാണ്. പക്ഷെ അമ്മയ്ക്ക് പണിക്ക് പോണെന്നുള്ള ഇതാണ്. ഇപ്പം അമ്മയ്ക്ക് ആരോഗ്യം, പണിയെടുക്കാൻ വഹിക്കും. ഞാൻ പറ്റാതെ ആകുമ്പോൾ ഞാൻ അവിടെ നിൽക്കാന്ന് പറയും. പിന്നെ അമ്മ സ്ഥിരം പോണ വീട്ടിലേക്ക് തന്നെയാണ് പോയത് കേട്ടോ. അവിടെ വെച്ചാൽ അമ്മേൻ്റെ ഇഷ്ടം പോലെ അമ്മയ്ക്ക് എടുക്കാം പണി. നേരോ അങ്ങനെയൊന്നും നാളല്ലോ മതി. അതെപ്പോഴെങ്കിലും ഒരു പണി. അമ്മ ഈ കണ്ണ് കാണാതെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു. ഇപ്പൊ പോണ്ടാന്ന് പറഞ്ഞാണ്. അപ്പൊ നടക്കണേ തട്ടി തടഞ്ഞോണ്ടാണ് ഇപ്പൊ പണിക്ക് പോണേ. ആരും എന്താ മോശമായിട്ട് കമന്റ്, ഞങ്ങളൊന്നും ചീത്ത പറയരുത് കാണുന്നവര്. കാരണം അമ്മേന്റെ ഇഷ്ടത്തിന് അമ്മ അങ്ങനെ പോകും. നമുക്കും പണി തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഈ റബ്ബർ ഇട്ട് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടിയില്ല, തോട്ടം കിട്ടിയിട്ടില്ല. ഈ മാസം കിട്ടേണ്ടതാണ്, കിട്ടിയിട്ടില്ല. ഈ വർഷം എന്താകുക അറിയില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കണം. റെഡി ആവും നമുക്ക് അല്ലേ. നമ്മളെ വീട് പണി ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പണികളായിട്ട് ഓരോന്നും മുന്നോട്ട് പോവാം. അപ്പൊ സ്കൂൾ തുറക്കാനായില്ലേ? സ്കൂൾ തുറക്കാനായി, ഒരാഴ്ചയും കൂടി ഒക്കെ ഉള്ളു. അപ്പൊ ഇനി സ്കൂൾ തുറക്കും. പിന്നെ നല്ല മഴ എന്നിട്ടൊന്നും മഴയൊന്നുമില്ല. മഴയൊക്കെ പെയ്ത് നമ്മളെ ഈ തോട്ടിക്കൂടെയൊക്കെ വെള്ളം നിറച്ച് ചമ്മലൊക്കെ എന്നിട്ടും കുറെ ആൾ വിളിച്ചപ്പോ അവരൊക്കെ പറഞ്ഞു മഴ ഇല്ല അവിടേക്കും. നമ്മളെ തൊട്ടടുത്ത തോടാണ്. അപ്പൊ നമുക്ക് ഈ മഴക്കാലം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല വെള്ളം വരും. അപ്പൊ തിരുമ്പാനും എല്ലാവരും സുഖം. നല്ല തെളിഞ്ഞ മീനൊക്കെ ഉണ്ടാവും അല്ലേ. ഇന്ന് മഴ നമുക്കില്ല. പിന്നെ അമ്മ ഇന്ന് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. ഇന്ന് അമ്പലത്തിൽ വിശേഷ ദിവസമാണ്, 30 ചൊവ്വാന്നറിയാം. അപ്പം അങ്ങനെ നമ്മളെ പൂജയുള്ള ദിവസമാണ്. രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ഏട്ടൻ പോയി, വൈകിട്ട് അമ്മ പോകാൻ നിൽക്കുകയാണ്. അമ്മേൻ്റെ മുത്തച്ഛനും കൂടി പോകും കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ പണി വന്ന ഉടനെ കുളിച്ചിരിക്കുകയാണ് ഇനി പോകാൻ വേണ്ടിട്ട്. അപ്പൊ ഈ കൊട്ടിയൂര് പോണത് ചോദിച്ചെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കൊട്ടിയൂർക്ക് ശനിയാഴ്ചയാണ് പോണത്. ശനി, ഞാൻ തിങ്കളാഴ്ച. കൊട്ടിയൂര് ഇപ്പൊ അപ്പൊ ആ ദിവസം എന്നോട് അമ്പലത്തിൽ നിൽക്കാൻ പറഞ്ഞിട്ട്. കൊട്ടിയൂർക്ക് വെച്ചാൽ ഇന്നത്തെ ഉള്ളു. അവിടെ ഇന്ന് തൊട്ടാ തുടങ്ങാൻ തോന്നണില്ലേ അവിടെ പ്രവേശനമൊക്കെ. അപ്പൊ അങ്ങനെ ശനിയാഴ്ച അമ്മ കൊട്ടിയൂര് പോവാണ്. ആ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, കാണാം. ഭാഗ്യം ഉണ്ടെങ്കിലല്ലേ. നമ്മള് പോരില്ല, നമുക്ക് പിന്നെ പോവാൻ. പിന്നെ സ്കൂളിലേക്കായില്ല, അലർജി ആയിട്ട് കുറച്ച് പ്രശ്നമായി. 2-3 പ്രാവശ്യമായിട്ട് എല്ലാ വർഷവും പോകലുണ്ട്. അപ്പൊ ഇന്ന് ചോദിച്ചപ്പോ, ഈ പ്രാവശ്യം ചോദിച്ചപ്പോ തന്നെ ആറുന്നു മഴയൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പൊ മഴയൊന്നും ഇല്ലല്ലോ. സാറില്ല, അങ്ങനെ പോണെന്നാക്കി വെച്ചാ പിന്നെ പോയേ തീരുള്ളൂ. എന്താ ഫുഡ് ഷിജ്? നമ്മള് ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള വീഡിയോ അല്ല ഉള്ളത് കാണിക്കാം. ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയില്ല. ഷിജിക്കൊന്നും അത് കുമ്പിടാനും പറ്റില്ല. അമ്മയ്ക്ക് ഇപ്പൊ വന്നിട്ടുള്ളൂ. ഞാൻ സ്നേഹിതന്റെ പോയിട്ട് ഇപ്പൊ എത്തിയാണ്.
അപ്പൊ ഒരു റെസിപ്പി പറഞ്ഞാ നിക്ക്. എന്താ അപ്പൂസ് റെസിപ്പി? എന്താ പൂസ് ഉണ്ടാക്കുന്നത്? അപ്പു പറഞ്ഞൊക്കെ തന്നിട്ടോ. അപ്പൊ ഇന്ന് നമ്മള് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് പോയേക്കാം, നമ്മളെ സ്പെഷ്യലൊക്കെ ഉണ്ട് കുറച്ചൊക്കെ. എന്തൊക്കെ ഇന്ന് ഉച്ചക്കൊക്കെ നമ്മളൊരു തട്ടിക്കൂട്ട് കറി. അപ്പൊ നമ്മളെന്തെങ്കിലും ഒരു ചെറിയൊരു വിശേഷം ലൈറ്റ് ഇട്ടോ. അപ്പൂസ് നീക്കി തുമ്മല് മാറിയോ? സുഖണ്ടോ? എവിടെ? ഇപ്പൊ എന്തെങ്കിലും ഒരു വിശേഷം നിങ്ങളോട് പറയേണ്ടതായിട്ടാണ് നമ്മള് ചെറിയൊരു വിശേഷമായിട്ട് നമ്മൾ വന്ന, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയണില്ല, സുഖല്ല. രാത്രിക്ക് പിന്നെ എന്താ വെച്ചാല് നമ്മള് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല, ഒക്കെ ഇരിക്കുന്നുണ്ട്. രാവിലത്തെ ഉണ്ട്. പിന്നെ ഞാൻ കിടപ്പിലായത് കാരണം തീറ്റയൊക്കെ വളരെ കുറവാണ്. മിക്കവാറും ചിലപ്പോ നമ്മള് നാളെയും കൂടി രാവിലെ സുഖമില്ലെങ്കിൽ ആ ഡോക്ടർ നല്ല ഡോക്ടറാണ്, നല്ല പാലൻ ഡോക്ടർ, നല്ല അടിപൊളി ഡോക്ടറാണ്. നമുക്ക് മുരിങ്ങക്കായൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു കൊല്ലായിട്ടേ നമ്മൾ ഈ മരുന്ന് കുടിച്ചിട്ട് എനിക്കിപ്പോഴും ഇതെന്താ മാറാത്തെ, അതാണ് ചോദ്യം. ഈ തലവേദന പക്ഷെ മൈഗ്രെയിന് വന്നിട്ട് അങ്ങനെ ഇപ്പൊ ഇന്നൊരാള് വിളിച്ചിരുന്നു. അപ്പൊ ഈ മൈഗ്രെയിൻ ഒന്നും മാറൂല എന്ന് പറയാ. മൈഗ്രെയിൻ പറഞ്ഞാൽ അങ്ങനെയാണ്, അത് എത്രയായാലും വന്ന് കിട്ടിയാ പിന്നെ മാറില്ല എന്നാ പറയണേ. പിന്നെ നമ്മള് വരാതിരിക്കാനുള്ള മരുന്നാണ് ഈ കുടിക്കുന്നത്. പക്ഷെ ഇത് എല്ലാത്തിനേക്കാളും ഡോസിൽ ഒരുമിച്ച് വരികയാണ്, നീക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. ഇന്നലെ ഇന്നും എന്താ സ്പെഷ്യൽ അപ്പൊ ഉണ്ടാക്കിയേ? സ്പെഷ്യൽ ഉറുമ്പ് പോയിട്ടുണ്ടോ? എന്തല്ലേ സാമ്പാറാണ് ഉണ്ടാക്കിയത് കേട്ടോ. സാമ്പാർ ഇടമില്ല, നാളികേരം നരയ്ക്കാൻ പറ്റാത്തോണ്ട് ഞാന് നാളികേരം ഒന്നും ആക്കിയില്ല. സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു കറി, ഉള്ളിയും കിഴങ്ങും. ഇന്ന് രാത്രിക്ക് എന്താ സ്പെഷ്യൽ? ചപ്പാത്തി കഴിയില്ല ഉണ്ടാക്കാൻ. ചപ്പാത്തി ഇന്നലത്തെ 2-3 ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മ ഇത് രാവിലെ ഉണ്ടാക്കി വെച്ചതാണ്. സേമിയ കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. ഇത് നെൽപ്പിച്ചൂറ്റി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ഷീജിന്റെ വീഡിയോയിലാണ് കണ്ടിട്ടോ തടി കുറയ്ക്കുന്നത് അമ്മ. അടിപൊളിയായിട്ട് കൊറേ ചീത്തട്ടില്ലെങ്കിൽ പാവ അത് തിന്നോട്ടെ എന്നറിയുന്നുണ്ട്. പക്ഷെ ചട്ടിയാ വലുത്, അതുകൊണ്ട് കുഴപ്പമില്ല, അതിന് കുറച്ചുള്ളൂ ചോറ്. അപ്പൂസ് എപ്പോഴും പറയും തടി ഉറക്കില്ല അമ്മന്ന്. അപ്പൂസിന് എപ്പോഴും ഒരു പറച്ചിലാണ്. ഞാൻ തടി വേറെ ഒന്നും അറിയില്ല. വേറെ എന്താ ഇതൊക്കെ അതേപോലെ ഇന്നലത്തെ ചക്കുപ്പേരിയാണ്. ഇതൊക്കെ കൂട്ടിട്ടാണ് നമ്മളെ ദിവസക്കറി കഥയാണ്. ചോറ്. പിന്നെ എന്താണ് അപ്പൂസിന് ഇതും അതേപോലെ അമ്മ ഇന്നലെ ഉണ്ടാക്കിയ ചെറുപയറിൻ്റെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളങ്ങോട്ട് ചൂടാക്കി കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ അപ്പൂസിന്റെ സ്പെഷ്യൽ ഇതാണ്, പപ്പടം ഉണ്ട്, സോയാബീൻ പൊരിച്ചതുണ്ട്. അപ്പൂസിന് നമ്മളെ ചോരമ്പന്ന് പൊടിയിട്ട് മൂക്കിൽ വലിച്ചു. അതാണ് ഇപ്പൊ നമുക്ക് ഷീറ്റ് അടിക്കട്ടെ അവിടെ. ഓനെന്താ ചെയ്തതാവാ, പൊടി മൂക്കിലായതാ തോന്നുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളെ വിശേഷം. അമ്മ രാത്രി അമ്പലത്തിൽ പോയിട്ട് പായസം കൊണ്ടുവരും അല്ലേ? പായസം കിട്ടും. അപ്പൊ രാത്രിയില് അങ്ങനെ കിട്ടും. ആദ്യമൊക്കെ ഒരുപാട് ആളുണ്ടാവും അമ്പലത്തില്. അപ്പൊ അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാവും കേട്ടോ, ചായയും കടിയൊക്കെ ഉണ്ടാവും, ആള് കുറവാ. അത് കാരണം ഭക്ഷണമൊന്നുമില്ല. ഭക്ഷണമൊക്കെ നമ്മള് ഇവിടുന്ന് തന്നെ വന്നിട്ട് ഞങ്ങളൊക്കെ പോവലുണ്ട്. നമുക്ക് രാത്രി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. കണ്ടാപ്പൂസിന് വയ്യ. പിന്നെ പ്രത്യേകിച്ച് വിശേഷം പറഞ്ഞാൽ പിന്നെ അല്ല നമ്മളെ പണി അടുത്താഴ്ച തുടങ്ങും മിക്കവാറും അല്ലെ, തുടങ്ങാൻ നിൽക്കാണ്. അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരാം. കാരണം ഇന്ന് ഇത്രേ ഉള്ളൂ. ഇന്നിപ്പോ എങ്ങനെയാ നിന്ന് പറയാ, അതാണ് എന്താ പറയാതെക്കാനും വയ്യ, എന്താ പറയാനും വയ്യാറില്ല, അങ്ങനെയാണ്. എന്താ ഇത് അപ്പൊ വീട്ടിലൊന്നും പോയിട്ടില്ല, ഞാനൊന്നും പോയില്ല, രാവിലെ ഒന്നും പോയി. അപ്പൊ നാളെ നമുക്ക് എന്തെങ്കിലും അടിപൊളി വിശേഷമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് പറഞ്ഞപ്പോ എല്ലാരും അല്ലെ, എല്ലാവർക്കും മടുക്കുന്നുണ്ടാവും ഇങ്ങനെ സംസാരിക്കാൻ അല്ലേ? സംസാരം തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ല അതന്നെയല്ലേ ഇപ്പൊ നമുക്ക് അമ്മ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോ പുതിയ വിശേഷമായിട്ട് നാളെ വരാം. എല്ലാവർക്കും ബൈ.